നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങൾ കാലപ്പഴക്കത്താൽ കണ്ടം ചെയ്തതോടെ വാഹനങ്ങളില്ലാതെ അവതാളത്തിലായിരിക്കുകയാണ് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ്. കൊല്ലം RTO ഓഫീസിന് കീഴിലായി കരുനാഗപ്പള്ളി, കുന്നത്തൂർ, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം എന്നീ സബ് RTO ഓഫീസുകളാണുള്ളത്. ഇതിൽ കൊട്ടാരക്കര, ചടയമംഗലം ഓഫീസുകൾക്ക് ഒറ്റ വാഹനം പോലും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിൽ. കൂടാതെ ജില്ലാ ഓഫീസിലും കൊല്ലത്തെ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിനും ഓരോ വാഹനങ്ങൾ വീതമുണ്ട്. കരുനാഗപ്പള്ളിയിലും പുനലൂരും 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും നിലവിൽ 1 മാത്രമാണുള്ളത്. ചടയമംഗലം സബ് RTOയുടെ വാഹനം വർക്ക്ഷോപ്പിലാണ്. ഇത് ഉടനെങ്ങും പുറത്തിറങ്ങില്ലെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ എൻഫോഴ്സ്മെന്റ് RTO ഓഫീസിന് കീഴിൽ മാത്രം 5 ഇലക്ട്രിക് വാഹനങ്ങളും 2 ഡീസൽ വാഹനങ്ങളും ഉണ്ടെന്നുള്ളതാണ് ആകെയുള്ള ആശ്വാസം. ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനങ്ങളിൽ മിക്കവയ്ക്കും 15 വർഷം പഴക്കമുണ്ടായിരുന്നു. KSRTC ഒഴികെയുള്ള സർക്കാർ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ 15 വർഷം കഴിഞ്ഞാൽ സ്വാഭാവികമായും നഷ്ടപ്പെടും. പിന്നീടത് നിരത്തിലിറക്കാനാവില്ല. അടുത്ത സെപ്റ്റംബർ 30 വരെ KSRTCക്ക് ഇക്കാര്യത്തിൽ ഇളവുണ്ട്. കാലാവധി പിന്നിട്ട വാഹനങ്ങൾ കണ്ടം ചെയ്തതോടെയാണ് ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് പ്രതിസന്ധിയിലായത്. സംസ്ഥാനത്തൊട്ടാകെ വകുപ്പിന്റെ 65 വാഹനങ്ങൾ ഇത്തരത്തിൽ കണ്ടം ചെയ്തിട്ടുണ്ട്. വാഹനങ്ങളുടെ അഭാവം രൂക്ഷമായതോടെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയും ഗണ്യമായി കുറഞ്ഞ നിലയിലാണ്. സബ് RTO ഓഫീസുകളിലെ മോട്ടോർ വെഹിക്കിൾ, അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ കൂടുതലായും ഫീൽഡിൽ ജോലി ചെയ്യേണ്ടവരാണ്. നിരത്തുകളിലെ വാഹന പരിശോധന, ഡ്രൈവിംഗ് ടെസ്റ്റുകൾ, രജിസ്ട്രേഷൻ, പുതുക്കലിനുള്ള വാഹന പരിശോധന, ബോധവൽക്കരണ ക്ലാസുകൾ, പരാതികളിന്മേൽ അന്വേഷണം എന്നിവയ്ക്കൊക്കെ വാഹനം അനിവാര്യമാണ്. 3 മാസമായി വകുപ്പ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ പ്രതിസന്ധിയായിട്ടും ആരും അനങ്ങുന്നില്ല. കൂടാതെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഒക്കെ വാഹനങ്ങളിൽ ഉദ്യോഗസ്ഥർ സഞ്ചരിക്കുന്നത് ആരോപണങ്ങൾക്ക് വഴിവെക്കുന്നുമുണ്ട്. അതേസമയം തന്നെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ഇലക്ട്രിക് വാഹനങ്ങളോട് താല്പര്യമില്ലാത്ത സ്ഥിതിയാണ് നിലവിൽ. അവശ്യഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ ഇലക്ട്രിക് വാഹനങ്ങൾ ഗുണകരമല്ലെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്.